എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹം ആ കാലഘട്ടത്തിൽ യൂസുഫ് അലിയുടെ ഇംഗ്ലീഷ് തർജ്ജമ വായിച്ച് അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ശിർക്കുണ്ടായിട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ അദൃശ്യ ഒരു ശക്തിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞൊരു വിശ്വാസം ഒരു യുക്തിഭദ്രമായിട്ട് അന്ന് എനിക്ക് തോന്നി. കാരണം അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് നമുക്കിങ്ങനെ ഒരു വിശ്വാസം കിട്ടിയത്. പക്ഷെ ആ കാലഘട്ടത്തിൽ പോലും ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസം നമുക്ക് പകർന്നു നൽകാൻ അന്നത്തെ ഒരു അറിവ് അന്നത്തെ ആളുകൾക്കില്ല, തലമുറക്കില്ല. വളരെ കുറച്ച് പണ്ഡിതര് ആ കാലഘട്ടത്തിൽ ഉള്ളൂ. പിന്നെ CD-കളില്ല, DVD-കളില്ല. അങ്ങനെ ഒരു ദൈവവിശ്വാസം ശരിയാണെന്നൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു യുക്തിയുടെ അടിസ്ഥാനമൊന്നും നമുക്ക് പകർന്നു കിട്ടിയിട്ടില്ല. പിന്നെ ആ കാലഘട്ടത്തിൽ കേൾക്കുന്ന ബൗളുകൾ, ഇവരുടെ ഈ മുല്ലാക്കന്മാരുടെ വിഡ്ഢിത്തരങ്ങൾ, അതൊന്നും നമുക്കൊരു ആകർഷകമായിട്ട് നമുക്ക് തോന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് SFIയിൽ ഞാൻ മെമ്പറായി. അപ്പം അന്ന് ഇന്നത്തെ പ്രസ്ഥാനം പോലെയല്ല, നല്ല ത്യാഗം അനുഭവിച്ച ആളുകൾ, ഉന്നതമായ ചിന്തകളുള്ള ആളുകൾ, യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകൾ. ഇത് ഇന്നത്തെ പോലത്തെ ഗ്രൂപ്പിസൊന്നും അന്നില്ല കേട്ടോ. അങ്ങനെ അന്ന് മാർക്സിസ്റ്റുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ പ്രത്യേകത നിരീശ്വരവാദം അവരുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇന്ന് നമുക്ക് അറിയാം, ഈ പള്ളി കമ്മിറ്റിയിൽ, അമ്പല കമ്മിറ്റിയിലൊക്കെ മാർക്സിസ്റ്റ് മെമ്പർമാരുണ്ട്. അന്ന് അങ്ങനെ ഇല്ല. കാരണം പള്ളിയിൽ പോകുക, അമ്പലത്തിൽ പോകുക, അതെല്ലാം വളരെ കുറച്ചിലായിട്ട് കാണുന്ന ഒരു കാലഘട്ടം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്കൊരു ഇതിൻ്റെ അകത്തൊരു അമ്പലമോ പള്ളി അതൊന്നും നമ്മുടെ ചിന്തയിലോട്ട് വന്നിട്ടില്ല. ചാൾസ് ഡാർവിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, ആ ഒരു ദൈവനിഷേധം അങ്ങോട്ട് തുടങ്ങി. തിരിച്ചിപ്പുറത്ത് ചെന്നാലോ, വീട്ടിൽ ചെന്നിട്ട് ദൈവമില്ല, ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? പരിണാമവാദം ശരിയാണോ തെറ്റാണോ? ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന്. എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്, അള്ളാഹു എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞുതരാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റില്ല, ബന്ധുക്കൾക്ക് പറ്റില്ല, പള്ളിയിലത്തെ മുല്ലാക്കവർക്കും പറ്റില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഒരു വശത്ത് യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം, അതിനൊരു മറുഭാഗത്ത് യുക്തിഭദ്രമായിട്ട് അതിനെ തെറ്റാണെന്ന് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു അറിവുള്ളവർ ഇപ്പുറത്തില്ല. സ്വാഭാവികമായിട്ടും നിരീശ്വരവാദമായി മനസ്സിലേക്ക്. അങ്ങനെ നിരീശ്വരവാദമായിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. ദൈവമില്ല, പള്ളി പോക്ക് നിർത്തി. അതിനുമുമ്പ് പള്ളിയിൽ പോകും, നമസ്കരിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് നിർത്തി. അതൊരു 75 കാലഘട്ടം മുതൽ അങ്ങനെ നിർത്തി. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ എത്തുന്ന സമയത്ത് ഇന്നത്തെ സഖാക്കളല്ല കൂട്ട്. എറണാകുളത്ത് വെച്ച് എല്ലാം സഖാക്കളാണ് നമ്മുടെ സുഹൃത്തുക്കൾ. ബാംഗ്ലൂർ വെച്ച് നമ്മുടെ സുഹൃത്തുക്കൾ മുഴുവനും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഊട്ടി എന്നുള്ള ബഡുക കമ്മ്യൂണിറ്റിയിലത്തെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം സത്യസായി ബാബേന ഭഗവാനായിട്ടും ദൈവമായിട്ട് അംഗീകരിക്കുന്ന ആളുകളാണ് അവര്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ചിന്മയ മിഷന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ പോകാറുണ്ട്. അപ്പൊ ചിന്മയ സ്വാമിജി എല്ലാ വർഷവും ബാംഗ്ലൂര്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും അങ്ങനെ വരാറുണ്ടെന്ന് തോന്നുന്നു. ബാംഗ്ലൂര് ഭഗവത്ഗീതയെ പറ്റി ഒരു ക്ലാസ്, ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ട്. അതിലൊക്കെ പോകും. വെറുതെ ഞാൻ പോകുന്നതാണ്, എനിക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പോകുന്നതല്ല. പിന്നെ വീക്ക്ലി ക്ലാസ് ഉണ്ട്, ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഞാൻ പങ്കെടുക്കും. അപ്പൊ അവരോട് ഞാൻ പറയും, കണ്ട് ഇസ്ലാമും ക്രിസ്തു മതവും എല്ലാം പറയുന്നത് ഇന്നത് വിശ്വസിച്ചാലേ ശരിയാവുകയുള്ളൂ. മറിച്ച് ഹിന്ദുക്കൾ പറയുന്നു, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരം എന്തും ആകാം, എന്തും വിശ്വസിക്കാം. അത് നല്ല കാര്യമാണ്. ദൈവവിശ്വാസം എൻ്റെ മനസ്സിലോട്ടില്ലെങ്കിലും കൊള്ളാം. അങ്ങനെ ആന്ധ്രാപ്രദേശിലെ ശൃംഗേരി മഠത്തിലൊക്കെ പോയിട്ട് ഞാൻ താമസിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊരു കാലഘട്ടം, അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല, എന്നാലും ഒരു അട്രാക്ഷൻ തോന്നിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 1984 ഡിസംബർ 24-ാം തീയതി എൻ്റെ സുഹൃത്തുക്കളായിട്ട് പുട്ടപരതി പോയി, സായിബാബയുടെ അവിടെ പോയി ഒരാഴ്ച ഞാൻ താമസിച്ചിട്ടുണ്ട്. അതിൽ 24-ാം തീയതി 12 മണി രാത്രി, അന്ന് അവിടുത്തെ കുറെ ഫോറിനേഴ്സും വന്നിട്ടുണ്ട്. അവരെല്ലാം മെഴുകുതിരി കത്തിച്ചിട്ട്, സായിബാബയുടെ പ്രശാന്തി നിലയമുണ്ട്, അതിൻ്റെ മുമ്പിൽ മെഴുകുതിരിയായിട്ട് വരും. അദ്ദേഹം 1-ാം നിലയുടെ മുകളിൽ നിന്ന് വന്നിട്ട് ഇവരെല്ലാം അനുഗ്രഹിക്കും. അപ്പൊ ഈ ഫോറിനേഴ്സും അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും, ഞാൻ ഒഴിച്ച്, കൈ ഉയർത്തിയിട്ട് ഓ മൈ ലോർഡ് എന്നാ വിളിക്കുന്നത്, ദൈവമേ എന്നാ വിളിക്കുന്നത്. എനിക്കെന്തോ ഒരു മനുഷ്യനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല, ഒരിക്കലും പറ്റിയിട്ടില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് ദൈവവിശ്വാസം ഇല്ല. അന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞ്, മുഹമ്മദ്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊന്നും വായിൽ വരില്ല, മുഹമ്മദ് ഈ അത്ഭുതമൊന്നും കാണിച്ച ആളുകളിൽ ഇങ്ങനെ ഒരു
ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊരു ബഹുമാനം ഉള്ളിലോട്ട് കടന്നു വന്നു. പിറ്റേ ദിവസം ഈ 5 ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്ത ഒരു ബൈബിളിൽ നിന്നുള്ള ഒരു എപ്പിസോഡിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡ്രാമ ഉണ്ടായിരുന്നു. അതിലൊരു കാലിന് സുഖമില്ലാത്ത ഒരു കുട്ടി ഇങ്ങനെ വരുന്നു. ആ കുട്ടിയെ യേശുവിടെ വേഷം ധരിച്ച നടൻ കാലിൽ തൊടുമ്പോൾ കാല് ശരിയാവേണം. അപ്പൊ ആ കുട്ടി പറയും, താങ്ക് യു ജീസസ് എന്ന് പറയും. ജീസസെ നന്ദി. അപ്പൊ ജീസസ് ആയിട്ട് അഭിനയിക്കുന്ന ആള് പറയും, ഡു നോട്ട് താങ്ക് മീ, താങ്ക് ദൈ ഫാദർ എന്ന് പറഞ്ഞിട്ട്, ഫാദർ എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് സദസ്സിലിരിക്കുന്ന സായിബാബയുടെ നേർക്ക. അപ്പൊ സായിബാബ യേശുവിനെക്കാട്ടിയും വലിയൊരു ദൈവമായിട്ടാണ് ആ നാടകത്തിൽ അഭിനയിച്ച അഭിനേതാവ് കാണിച്ചു കൊടുക്കുന്നത്. എനിക്ക് അതിലോട്ട് ഒരു അട്രാക്ഷനൊന്നും തോന്നിയില്ല. സുഹൃത്തുക്കളോട് ഞാനത് പറയുകയും ചെയ്തു. എന്നിട്ട് തിരിച്ചു പിന്നെ നാട്ടിൽ വന്ന് വിവാഹം കഴിച്ച് എൻ്റെ വൈഫ് ഹൗസ് കിളിമാനൂരാ. വെള്ളിയാഴ്ച ഞാൻ പോവില്ല, കാരണം വെള്ളിയാഴ്ച പോയി പള്ളിയിൽ പോകണം, അതുകൊണ്ട് പോവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 1994 ആണ് ഒരു ഫോറം ഫോർ ഫെയ്ത്ത് ആൻഡ് ഫ്രെറ്റേണിറ്റി എന്ന് പറഞ്ഞ ആളുകൾ, ഒരു കൂട്ടായ്മയാണ് മുസ്ലിങ്ങളുടെ, ആലുവ YMCAയിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്ന് എൻ്റെ ഒരു കസിൻ വിളിച്ചുകൊണ്ട് ഞാൻ പോയതാണ്, അല്ലേ ഞാൻ പോവില്ല. പിന്നെ അവർ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ സ്റ്റേജിൽ കയറിയിട്ട് ഇസ്ലാമിനെ വിമർശിച്ച് സംസാരിച്ചു. പക്ഷെ ഞാൻ ഈ സായിബാബയുടെ അടുത്ത് നടന്ന കാര്യം പറഞ്ഞിട്ട് പറഞ്ഞ്, ഒരു സ്വയം ദൈവമായിട്ടൊന്നും പ്രഖ്യാപിക്കാത്തതുകൊണ്ട് മുഹമ്മദിനോട് എനിക്കൊരു ബഹുമാനം ഉണ്ട് കിട്ടാന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ വരുമ്പോൾ ഖത്തറിൽ ജോലിയുള്ള ഒരാളാണ്, ഇസ്മായിൽ എന്ന് പറഞ്ഞൊരാള് എന്നോട് പറഞ്ഞിങ്ങനെ, പഠിച്ചിട്ടാണോ വിമർശിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തിനാ പഠിക്കണത്, ഈ തലക്കെട്ടുള്ള മുല്ലാക്കന്മാർ കാണിക്കണ കാട്ടായങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. പഠിച്ചിട്ട് വിമർശിക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അഹമ്മദ് ദീദാദിന്റെ കുറച്ച് പുസ്തകം തന്നു. അപ്പൊ അഹമ്മദ് ദീദാദിന്റെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്കൊരു അട്രാക്ഷൻ തോന്നി. കാരണം ഒരു ഡിബേറ്റ് സ്റ്റൈലാണ്, ഒരു അഡ്വക്കേറ്റ് എന്നുള്ള ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഫൗണ്ടേഷനിൽ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൗണ്ടേഷൻ എന്താണ്, അടിത്തറ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, അന്വേഷിച്ചത് എന്താണെന്ന് വെച്ചാൽ, ദൈവം ഉണ്ടോ ഇല്ലേ. ഒന്നില്ലെങ്കിൽ 2 ഓപ്ഷൻ ഉള്ളൂ നമുക്ക്. ഒന്നിൽ ദൈവമുണ്ട്, അല്ലെങ്കിൽ ദൈവമില്ല. കാരണം നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു മതിൽ കണ്ടാൽ 2 കാഴ്ചപ്പാട് വരാം. ഒന്ന് ഒരു ഇഷ്ടികയുടെ പുറത്ത് കയറിയിട്ട് ഒരു മതിലായി, അല്ലെങ്കിൽ ഒരു മെയ്സന ഉണ്ടാക്കി, അല്ലേ. ആ 2 കാഴ്ചപ്പാട് ഉള്ളൂ. അപ്പൊ ശാസ്ത്രത്തിൽ പറയും ഇത് ഒരു പ്രോബബിലിറ്റി തിയറി എന്ന് പറയും. ആ ഒരു പ്രോബബിലിറ്റി തിയറി വെച്ചിട്ട് ഈ 2 ഓപ്ഷനിൽ ഏതാണ് യുക്തിഭദ്രം, ആ യുക്തിഭദ്രമായത് സ്വീകരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഖുർആനിൽ പറയും 7-ാം അധ്യായത്തിലെ 179-ാം വചനത്തിലില്ലേ, മലക്കുകളിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരുപാട് ആളുകളെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? കാരണം അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ചിന്തിക്കുന്നില്ല. കണ്ണുണ്ട്, കാണുന്നില്ല. കാതുണ്ട്, കേൾക്കുന്നില്ല. അപ്പൊ ആ ഒരു രീതിയിലാണ് അവർ, അതുകൊണ്ടാണ് നരകത്തിലാക്കിയത്. ഈ കഴിവ് ഉപയോഗിക്കണം. അപ്പൊ ഇസ്ലാമിൽ ആ യുക്തിഭദ്രമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഏത്? യുക്തി കൊണ്ട് ഈ കഴിവുകൾ, സ്രഷ്ടാവ് നൽകിയ ഈ കഴിവുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് ദൈവത്തെ മനസ്സിലാക്കാന്നുള്ളതാണ്. ആ ഒരു യുക്തിഭദ്രമായ ഒരു കാഴ്ചപ്പാട് മനസ്സിലോട്ട് കടന്നു വന്ന ഒരു സ്രഷ്ടാവുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ സ്രഷ്ടാവുണ്ടെന്ന് ആദ്യം എനിക്ക് ബോധ്യപ്പെട്ടു. അതിനുശേഷം ഒരു താരതമ്യ പഠനം നടത്തി. ഏതാണ് വ്യത്യസ്തമായ വിശ്വാസങ്ങൾ ഏതാണെന്ന് പഠനം നടത്തിയിട്ട് ഇസ്ലാമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്. നിരീശ്വരവാദം യുക്തിചിന്തയോട് എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട്? ഇവിടെ മനുഷ്യർക്ക് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട്. കാരണം 8 ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ വല നെയ്തത്, ഇപ്പോഴും അതുപോലെ വല നെയ്യും. കടന്നലെങ്ങനെ കൂടുണ്ടാക്കി, അതുപോലെ കൂടുണ്ടാക്കും. ഒരു പട്ടിയും മനുഷ്യനും കൂടി നടന്നു പോവുകയാണ്. മനുഷ്യർ ചെയ്യണ പല കാര്യങ്ങളും പട്ടിയും ചെയ്യും. ശ്വസിക്കും, ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ മനുഷ്യനെ പോലെ ഒരു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഭൂമിക്കടിയിൽ നിന്നും കണ്ടെത്തി പിന്നെ പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ പറ്റും? പട്ടിക്ക് പറ്റില്ല. ഒരു ജീവജാലങ്ങൾക്കും അത് പറ്റില്ല, മനുഷ്യന് മാത്രം പറ്റും. കാരണം മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്, അവന് ബുദ്ധിയുണ്ട്. ബുദ്ധി വെച്ചിട്ട് അവന് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നും ഭിന്നനാക്കുന്നത്. ആ സ്വാതന്ത്ര്യം കൊണ്ട് ദൈവം ഉണ്ടെന്ന് പറയാം, ഇല്ല എന്ന് പറയാം. പക്ഷെ എന്ത് നമ്മൾ പറഞ്ഞാലും അതിനൊരു യുക്തിഭദ്രമായ
ഒരു അടിത്തറ ഉണ്ടാകണം. ആ യുക്തിഭദ്രമായ അടിത്തറ മനുഷ്യനത് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. യുക്തിചിന്തയുടെ ഇസ്ലാമിക പ്രസക്തി, ഇസ്ലാമിക അധ്യാപനത്തിൽ അതിനുള്ള പ്രസക്തി എത്രത്തോളമുണ്ട്? ഒരു ഉദാഹരണം, ഇപ്പൊ നിരീശ്വരവാദികൾ പറയും അവർ യുക്തിവാദികളാണെന്ന് പറയും. ഞാൻ പറയും നിരീശ്വരവാദികൾ യുക്തിവാദികളല്ല എന്ന് പറയും. കാരണം ഇത് ഉദാഹരണത്തിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഇപ്പൊ ദൈവമുണ്ടോ, ദൈവമില്ലേ? ഇപ്പൊ നമ്മുടെ സങ്കീർണമായ കണ്ണ്, നമ്മുടെ കൈകാലുകൾ, നമ്മുടെ അവയവങ്ങൾ, ഇത് എങ്ങനെ ഉണ്ടായത്? നമ്മൾ യുക്തി കൊണ്ട് വേണം ചിന്തിക്കാൻ. ഒരു യുക്തിവാദിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഇതുണ്ടായി. അവർ പറയും യാദൃച്ഛികമായിട്ടുണ്ടായി, ഇല്ലേ? അവർ പറഞ്ഞ യാദൃച്ഛികമായിട്ട് ഉണ്ടായി. എന്നാൽ യുക്തിയുടെ അടിസ്ഥാനത്തിലൊന്ന് അത് ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പം അവർ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഫോടനം ഉണ്ടായി. സ്ഫോടനത്തിലൂടെ ഒരു അമിനോ ആസിഡ് ഉണ്ടായി. അമിനോ ആസിഡ് നശിക്കാതെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കിടന്നപ്പോൾ ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടായി. പിന്നെ അത് നശിക്കാതെ കിടന്നിട്ട് പിന്നെ ഒരുപാട് പ്രോട്ടീൻ മോളിക്യൂളുകൾ ഉണ്ടായി. അവ കൂടി ചേർന്ന് സെല്ലുണ്ടായി. ഈ സെല്ല് നശിക്കാതെ കിടന്നിട്ട് പിന്നീട് അത് ബഹുകോശ ജീവികളായി അവസാനം മനുഷ്യരിലെത്തി. അവിടെ യുക്തി എന്ന് വെച്ചാൽ യുക്തി കൊണ്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരു സ്ഫോടനം നടന്നെന്ന് വെച്ചാൽ, ഒരു ഗ്രന്ഥശാലയിൽ ഒരു സ്ഫോടനം നടന്നാൽ ഒരു 3-ാം കിട നോവൽ ഉണ്ടാകുമോ, കവിത ഉണ്ടാകുമോ? ഇല്ലല്ല. അല്ലെങ്കിൽ ഇരുമ്പും തുരുമ്പും കിടക്കുന്ന സ്ഥലത്ത് കൂടി ഒരു ഇടിമിന്നൽ കടന്നു പോയാൽ ഒരു പ്ലെയിൻ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. ഇപ്പൊ യുക്തി എന്ന് വെച്ചാൽ യുക്തി കൊണ്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവര് യുക്തിഭദ്രമാണെന്ന് പറയുന്നു എന്നുള്ളൂ, അവർക്ക് യുക്തിയില്ല. മറിച്ച് ഖുർആന്റെ പ്രത്യേകതയുണ്ട്, ഒരുപാട് പ്രത്യേകതയുണ്ട് ഖുർആന്റെ. ഖുർആൻ ഒരിക്കലും നമ്മളവിടെ അന്ധമായിട്ട് വിശ്വസിക്കാൻ പറയുന്നില്ല. ഉദാഹരണത്തിന് 30-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. എന്ത് ഭംഗിയാണെന്നറിയോ? ആദ്യമായിട്ട് അള്ളാഹു പറയുന്നത്, ആദ്യമായിട്ട് നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചെങ്കിൽ വീണ്ടും സൃഷ്ടിക്കാം. കാരണം ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ്, ഇല്ലേ? കമ്പ്യൂട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. ആദ്യമായിട്ട് കാറ് നിർമ്മിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. കാറ് നിർമ്മിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും, പറ്റില്ലേ? അതുപോലെ അള്ളാഹു പറയണത്, ഞാനാണ് സൃഷ്ടിച്ചതെങ്കിൽ വീണ്ടും സൃഷ്ടിക്കല് എളുപ്പമാണ്. അതാണ് യുക്തി എന്ന് പറയണത്. ഖുർആനിൽ നമ്മളെ മുഴുവൻ നോക്കിയാൽ യുക്തിയാണ്. ഉദാഹരണത്തിന് 80-ാം അധ്യായത്തിലെ 19-ാം വചനത്തിലാണെന്ന് തോന്നുന്നു, മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. നിങ്ങളൊരു കണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും അതിൽ വ്യവസ്ഥപ്പെടുത്തി. ഇത്രയല്ലേ പറയുന്നുള്ളൂ. എന്ത് ചെറിയ കുറച്ച് വാക്കുകൾ. നിങ്ങളെ കണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും അതിൽ നിങ്ങൾ വ്യവസ്ഥപ്പെടുത്തി. ഇന്നത്തെ ജീനും DNA പറ്റി അറിഞ്ഞാൽ എങ്ങനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ ഇത് പറഞ്ഞെന്ന് തോന്നും, അത്ഭുതം തോന്നും നമുക്ക്. കാരണം പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി കൂടിച്ചേരാം, എന്നിട്ട് സിക്താണ്ടം ഉണ്ടാകുക. ഈ സിക്താണ്ടം വിഭജിച്ചാണ് എല്ലാ അടിസ്ഥാന കോശങ്ങളും ഉണ്ടാകുന്നത്. നമ്മുടെ വ്യത്യസ്തമായ അവയവങ്ങൾ ഉണ്ടാകുന്നത് ഈ അടിസ്ഥാന കോശത്തിൽ നിന്നാണ്. ഈ ബേസിക് സെല്ലിൽ നിന്നാണ് എല്ലാ ഓർഗൻസും ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഹൃദയം ഉണ്ടാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന സെല്ല്, അതിൽ ഈ DNA, എല്ലാത്തിനും DNA ഉണ്ട്. DNA ജീനിന്റെ രൂപത്തിലുള്ള കമാൻഡ്സും ഡയറക്ഷൻസും ഉണ്ട്. മനസ്സിലായ? ഈ ഹൃദയം ഉണ്ടാകാനോ ഉദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന കോശത്തിൽ കരളുണ്ടാകാനും കിഡ്നി ഉണ്ടാകാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉണ്ട്. പക്ഷെ ഹൃദയം ഉണ്ടാകാനുള്ള ആ ഡയറക്ഷൻ, ആ കമാൻഡ്, അത് ആക്റ്റീവായിരിക്കും. അപ്പൊ അത് ഹൃദയമാകും. മറ്റതൊക്കെ ഉറങ്ങിക്കിടക്കും, ഇനാക്റ്റീവ് ആയിരിക്കും. കിഡ്നി ഉണ്ടാകാനുള്ളതാണെങ്കിൽ അത് മാത്രം ഉണർന്നിരിക്കും, അപ്പൊ കിഡ്നിയാകും. ലിവർ ആണെങ്കിൽ അതിന്റെ മാത്രം ഉണർന്നിരിക്കും. ഈ ഡയറക്ഷൻസ് എങ്ങനെ ഉണ്ടായി? ഒരു നിരീശ്വരവാദി യുക്തിവാദത്തോടുകൂടി പറയും, ഞങ്ങൾ യുക്തി കൊണ്ട് വാദിക്കുന്നവരാണ്, ഇത് ബൈ ചാൻസ് യാദൃച്ഛികമായിട്ടുണ്ടായി. ഒരു കൊച്ചുകുട്ടി ഒരു പേന എടുത്തിട്ട് ഒരു കടലാസിൽ കുത്തി വരച്ചെന്ന് വെച്ചു. ഒരു പരിശീലനം ലഭിക്കുന്നില്ല, ഭാഷാപരമായിട്ടുള്ള യാതൊരു പരിശീലനം ലഭിക്കാതെ ഈ കൊച്ചുകുട്ടി ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം കുത്തിക്കുറിച്ചാൽ യാദൃച്ഛികമായിട്ട് വാക്കുകളാകുമോ? വാക്കുകൾ കൂടിയ കവിതയാകുമോ? കഥയാകും? പ്രബന്ധം ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാകില്ല. ഒരു കവിത എഴുതുന്നതിന് മുമ്പ് കവിയുടെ മനസ്സിൽ ഭാവന ഉണ്ടാവും. അത് കടലാസിൽ കുത്തിക്കുറിക്കുമ്പോഴാണ് കവിതയാകുന്നത്, ഇല്ലേ? ഒരു കഥാകൃത്തിന്റെ മനസ്സിൽ ഭാവനകൾ ഉണ്ടാകും, കഥാപാത്രങ്ങളെ സംബന്ധിച്ച്, ഇല്ലേ? അപ്പോഴാണ് കഥയാകുന്നത്. അപ്പൊ ഈ യാദൃച്ഛികമായിട്ട്
വാക്കുകൾ പോലും ഉണ്ടാകൂല എങ്കിൽ, മൂന്നാം കിട കവിത ഉണ്ടാകൂല എന്നുണ്ടെങ്കിൽ, യാദൃശ്യമായിട്ട് നിലവിൽ വരൂല എന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് അതിസങ്കീർണമായ മാർഗനിർദ്ദേശങ്ങൾ, ഹൃദയം ഉണ്ടാകാനുള്ള, കരളുണ്ടാകാനുള്ള മാർഗനിർദ്ദേശങ്ങൾ യാദൃശ്യമായിട്ട് ഉണ്ടാകണത്? അവിടെയാണ് ഖുർആൻ പറയുന്നത് യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുക. അങ്ങനെ യുക്തിഭദ്രമായിട്ട് നമ്മൾ ചിന്തിച്ചെന്ന് വെച്ചോ, ഇതൊരിക്കലും സാധ്യമല്ല. ഇത്ര സങ്കീർണമായ അവയവങ്ങൾ ബൈ ചാൻസ് യാദൃശ്ചികമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കില്ല എന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവം ഉണ്ടെന്ന് അംഗീകരിക്കണം. ദൈവം ഉണ്ടെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിന് വീണ്ടും നമ്മെ സൃഷ്ടിക്കാൻ സാധിക്കണത് എളുപ്പമല്ലേ? അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മുഴുവനും യുക്തിഭദ്രമാണ്. യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇസ്ലാമിനെ സ്നേഹിക്കാൻ തുടങ്ങിയതും ആ രീതിയിൽ തന്നെയാണ്. കാരണം ദൈവം ഉണ്ടോ എന്ന് പഠിക്കണം, പരലോകം ഉണ്ടോ എന്ന് പഠിക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. യുക്തിഭദ്രമായ വിശ്വാസമാണ് ഇസ്ലാമിൻ്റെത്, യുക്തിഭദ്രമായ സമീപനമാണ് ഖുർആൻ്റെ. ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്ര പുരോഗതി മൂലം ഡാർവിൻ സിദ്ധാന്തങ്ങളെ തുറന്ന് കാണിച്ചതിന് ശേഷവും യുക്തി ചിന്തയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിരീശ്വരവാദങ്ങൾക്ക് ആധുനിക സമൂഹത്തിൽ പ്രസക്തി എത്രത്തോളമുണ്ട്? ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഈ ഡാർവിൻ്റെ സിദ്ധാന്തം, ഇപ്പം ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ തന്നെ ഡിഫിക്കൽട്ടീസ് ഓഫ് മൈ തിയറി, എൻ്റെ തിയറിയുടെ സിദ്ധാന്തത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി തന്നെ അദ്ദേഹം തന്നെ എഴുതുന്നുണ്ട്. ഒന്ന് അദ്ദേഹം പറയുന്നത് ഫോസൽ റെക്കോർഡ്സ് അറിയാലോ, മറ്റേ അസ്ഥികളുടെയും മറ്റുള്ള അവശിഷ്ടങ്ങൾ, അത് അധികം കിട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. കാരണം ആ കാലഘട്ടത്തിൽ വളരെ കുറച്ച് ഫോസൽ റെക്കോർഡ്സ് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഭാവിയിലുള്ള ഫോസൽ റെക്കോർഡ്സ് ഇതെല്ലാം തെളിയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്റർമീഡിയറി ആയിട്ടുള്ള ജീവികളുടെ അവശിഷ്ടങ്ങൾ പൂർണ്ണതയിലെത്തിയ ജീവികളെക്കാട്ടി ഒരുപാട് ഉണ്ടാകണം. കാരണം ഒരു വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി, ഒരു മത്സ്യം, ഒരു ഉദാഹരണം എടുത്ത കരജീവിയാകണമെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങൾ വേണ്ടേ? ഇല്ലേ? അപ്പൊ ഒരു ഇഴജന്തു ആകണമെങ്കിൽ ഒരു മീനിന്ന് ആ ഇഴജന്തുവിടെ ഇടയിൽ ഒരു 10,000 ലക്ഷക്കണക്കിന് വിഭാഗങ്ങളിൽപ്പെട്ട ജീവികൾ ഉണ്ടാക്കണം. 90% ഫോസിൽസ് കിട്ടിയിട്ടും ഇപ്പോഴും ഒരു മിസ്സിംഗ് ലിങ്ക് തേടി നടക്കുകയാണ്. മനസ്സിലായ? ഇപ്പൊ ഡാർവിൻ തന്നെ പറയുന്നുണ്ട്, കണ്ണിനെ സംബന്ധിച്ച് എനിക്ക് ആലോചിച്ചാൽ പേടിയാവുമെന്ന് പറയുന്നത്. കാരണം കണ്ണിന് ഒരുപാട് അവയവങ്ങളുണ്ട്. മനസ്സിലായ? ഈ കണ്ണൊന്നും ഇല്ലാത്തൊരു ജീവികൾക്ക് കണ്ണ് വേണമെന്ന് ആഗ്രഹിക്കുക, എന്നിട്ട് അങ്ങനെ പരിണമിച്ച് കണ്ണായിട്ട് വരാന്നൊക്കെ പറഞ്ഞാലേ യുക്തിഭദ്രമൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഡാർവിനിസം പണ്ടേ പോയി. പിന്നെ നിയോ ഡാർവിനിസം വന്നു, പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് വന്നിട്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ എല്ലാം കൂടി പരിണമിച്ചുണ്ടായതാണെന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ വന്നു.